ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് സ്റ്റേറ്റർ വോൾട്ടേജും അതുപോലെ ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡൊക്കെയാണ് നോക്കുന്നത്. അത് നമുക്കറിയാം, ടു കൺട്രോൾ എന്താണ് ബോത്ത് വോൾട്ടേജും ഫ്രീക്വൻസിയും ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ത്രൂ ദ യൂസ് ഓഫ് 3 ഫേസ് ഇൻവെർട്ടർ അല്ലെങ്കിൽ സൈക്ലോ കൺവേർട്ടർ. അപ്പോൾ ഇതുവരെ നമ്മൾ 3 ഫേസ് ഇൻവെർട്ടർ അല്ലെങ്കിൽ സൈക്ലോ കൺവേർട്ടറോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള എന്ത് 3 ഫേസിന് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് നോക്കി. അതായത് നമ്മൾ IGB ഇതൊക്കെ വെച്ചിട്ട് സൈക്ലോ കൺവേർട്ടറും അത് സ്റ്റേറ്ററിലെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ മെത്തേഡ്, സ്ലിപ്പ് പവർ റിക്കവറി, അങ്ങനത്തെ ഓരോ മെത്തേഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ മെത്തേഡ് നോക്കി. ഇൻവെർട്ടർ യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യും, ലോയും മീഡിയം പവർ ഡ്രൈവ്സിലാണ് എന്ത് ചെയ്യുക നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുക. ഇൻവെർട്ടർ യൂസ് ചെയ്തുള്ള പവർ അല്ല സ്പീഡ് കൺട്രോൾ മെത്തേഡിൽ നമ്മൾ എവിടെ യൂസ് ചെയ്യുക, ലോയോ അല്ലെങ്കിൽ മീഡിയം പവർ ഡ്രൈവ്സിലാണ് അത് യൂസ് ചെയ്യുക. സൈക്ലോ കൺവേർട്ടർ ആണെങ്കിലോ സ്യൂട്ടബിൾ ഫോർ ഹൈ പവർ ഡിവൈസാണ്. ഹൈ പവർ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമ്മളെ സിമെൻറ്റ് മില്ല്, ലോക്കോമോട്ടീവ് എക്സെട്ര അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സൈക്ലോ കൺവേർട്ടർ യൂസ് ചെയ്യുക. അതേപോലെ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എവിടേക്കാണ് നമ്മളെ ലോയും അല്ലെങ്കിൽ മീഡിയം പവർ ആയിട്ടുള്ള ഡ്രൈവ്സിലൊക്കെ നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുക. അതിലും കൂടുതൽ ഹൈ പവറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൈക്ലോ കൺവേർട്ടറാണ്. അതായത് സിമെൻറ്റ് മില്ല്, ലോക്കോമോട്ടീവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ത്രൂ എന്താണ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത്. അതായത് സ്പീഡ് കൺട്രോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സ്പീഡ് കൺട്രോൾ എങ്ങനെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. 4 ടൈപ്പ് ഫിഗർ ഉണ്ട്, അതായത് 4 ഉണ്ട്. അത് 4 ടൈപ്പാണ്. അത് ഓരോന്നുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്താ പറ്റും, വേരിയബിൾ വോൾട്ടേജും വേരിയബിൾ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഒബ്റ്റെയിൻ ചെയ്യാം. അതായത് സ്റ്റേറ്ററിലെ വോൾട്ടേജ് അല്ലെങ്കിൽ സ്റ്റേറ്ററിലെ ഫ്രീക്വൻസി കണ്ട്, അതായത് V/F മെത്തേഡ്, V/F എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്ന V/F അതായത് വേരിയബിൾ വോൾട്ടേജ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് ചെയ്യുന്ന മെത്തേഡിൽ യൂസ് ചെയ്യുന്നതാണ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. അതിൻ്റെ ഒരു 4 ടൈപ്പാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾ വോൾട്ടേജും വേരിയബിൾ ഫ്രീക്വൻസിയും യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ വെച്ചിട്ടാണ്. അതിൻ്റെ 4 ടൈപ്പ് ഫിഗറാണ് ഇവിടെ കാണിച്ചത്. അതിൽ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ കാണിച്ചത് ഒരു ഇൻപുട്ടായിട്ട് നമ്മൾ 3 ഫേസ് സപ്ലൈ അല്ല, എല്ലാത്തിലും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് 3 ഫേസ് സപ്ലൈ ആണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സാധാ ഒരു ഡയോഡാണ്. റെക്ടിഫയറിന് വേണ്ടി, റെക്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാ ഒരു ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തുണ്ട്, ഒരു LC ഉള്ളൊരു ഫിൽട്ടർ നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ വരുന്നത് PWM ഇൻവെർട്ടർ ഉണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മളെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഫിഗർ വരുന്നത്. അതിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് 3 ഫേസ് ACനെ എന്ത് ചെയ്യും, കൺവേർട്ടർ ടു എന്താണ് കോൺസ്റ്റൻറ്റ് DC ബൈ ഡയോഡ് റെക്ടിഫയർ. അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന 3 ഫേസ് ACനെ എന്ത് ചെയ്യും, കൺവേർട്ടഡ് ടു എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് DC ബൈ ഡയോഡ് റെക്ടിഫയർ. ഡയോഡ് റെക്ടിഫയർ വഴി നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ടിൽ കിട്ടുന്ന നമ്മളെ 3 ഫേസ് ACനെ എന്ത് ചെയ്യും, നമ്മൾ DC ആക്കി കൺവേർട്ട് ചെയ്യും. അതാണ് അവിടെ ഫസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ACനെ നമ്മൾ DC ആക്കി കൺവേർട്ട് ചെയ്ത്. അതേപോലെ നമ്മളെ ഈ റെക്ടിഫയറിനും ഇൻവെർട്ടറിനും ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം. നമ്മളെ റെക്ടിഫയറിനും അതേപോലെ നമ്മളെ ഇൻവെർട്ടറിനും ഇടയിൽ ഒരു ഇൻഡക്ടർ ഉണ്ട്, അതേപോലെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുകയാണ് നമ്മളെന്താണ് ഫിൽട്ടർ സർക്യൂട്ടാണ്. ഈ ഇൻഡക്ടറും കപ്പാസിറ്റർ വരുന്നത് നമ്മളെ ഫിൽട്ടർ സർക്യൂട്ടായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫിൽട്ടർ സർക്യൂട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്മൂത്ത് DC ഇൻപുട്ട്, അതായത് വോൾട്ടേജ്, അതായത് സ്മൂത്ത് അല്ല DC ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുക ഇൻവെർട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ഈ ഫിൽട്ടർ പറഞ്ഞാൽ LC ഫിൽട്ടറാണ്, അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടിയ ഫിൽട്ടറാണ്. ഇവിടുത്തെ ഫിൽറ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ സ്മൂത്തായിട്ടുള്ള DC നമുക്ക് ഇടയ്ക്ക് കൊടുക്കാൻ ഇൻപുട്ടിലേക്ക് PWM ഇൻപുട്ടിൽ, ഏതിൻ്റെ ഇൻപുട്ടിലേക്ക്, PWM ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് സ്മൂത്തായിട്ടുള്ള DC കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ LC എന്ന് പറയുന്ന ഫിൽട്ടർ സർക്യൂട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ട് ഈ റെക്ടിഫയറിൻ്റെയും ഇൻവെർട്ടറിൻ്റെ ഇടയിലുള്ള ഈ ഫിൽട്ടർ സർക്യൂട്ട് നമ്മൾ എന്താ പറയും, DC ലിങ്ക് എന്ന് പറയും. അതായത് ഈ റെക്ടിഫയറിനും അതേപോലെ ഇൻവെർട്ടറിനും ഇടയിലുള്ള നമ്മളെ സർക്യൂട്ടിന് എന്താ പറയും, DC ലിങ്ക് എന്ന് പറയും. ഇവിടെ അതേപോലെ എന്താണ്, റീജനറേഷൻ നോട്ട് പോസിബിൾ ആണ്. കാരണം അവിടെ ഡയോഡ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡയോഡ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നത് കാരണം എന്താ, റീജനറേഷൻ പോസിബിൾ അല്ല. പിന്നെ അതെന്താ, ഇൻവെർട്ടർ എന്ത് ചെയ്യും, ഹാർമോണിക്സ് എന്ത് ചെയ്യും, നമ്മളെ 3 ഫേസ് ACയിലേക്ക് ഇൻജക്റ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളാണ്, ഒന്നുമില്ല. ഇതൊരു വോൾട്ടേജ് ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡിൽ വരുന്നതാണ്. അപ്പോൾ 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഇൻപുട്ടിൽ നമ്മൾ 3 ഫേസ് AC കൊടുത്ത് അത് നമ്മൾ ഡയോഡ് റെക്ടിഫയർ വെച്ചിട്ട് ACനെ DC ആക്കി.
ആ ഡി സി എന്ത് ചെയ്യും നമ്മൾ അതായത് ഫിൽട്ടർ നെറ്റ്വർക്ക് വെച്ചിട്ട്, അതായത് LC എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ഡി സി നമ്മൾ സ്മൂത്ത് DC ആക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ട് കൊടുക്കും. ആ ഇൻവേർട്ടർ അവിടെ എന്ത് ചെയ്യും, അത് PWM ഇൻവേർട്ടറാണ്. അത് പൾസ് വിടുത്ത് മോഡുലേഷൻ ആയിട്ടുള്ള ടൈപ്പുള്ള ഇൻവേർട്ടറാണ്. അത് അതിനെന്ത് ചെയ്യും, ആ DCനെ സ്മൂത്തായിട്ട് വരുന്ന DC എന്ത് ചെയ്യും, അത് AC ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും, അവിടെ അതിൻ്റെ വോൾട്ടേജും ഫ്രീക്വൻസിയും വേരി ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് അതിൻ്റെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് കൺട്രോൾ ആവും. ഇവിടെ കൊടുക്കുന്ന ഇൻവേർട്ടർ കൊടുക്കുന്ന AC എന്താവും, വോൾട്ടേജ് എന്താവും, ഹാർമോണിക്സിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതായത് ഇൻവേർട്ടർ എന്ത് ചെയ്യും, ഹാർമോണിക്സിനെ AC ഇൻജെക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഹാർമോണിക്സിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സർക്യൂട്ട് റീജനറേഷൻ പോസിബിൾ അല്ല, കാരണം ഇവിടെ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്, ഡയോഡ് റെക്ടിഫയറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ മെത്തേഡിൽ രണ്ടാമത്തെ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിവിടെ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഫിഗർ. ഇതിലെന്തുണ്ട്, നേരത്തെ അതേപോലെ തന്നെ ഉണ്ട്, റെക്ടിഫയർ ഉണ്ട്, ഇൻവേർട്ടർ സെക്ഷൻ ഉണ്ട്, നമ്മളെ ലോഡ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്തുണ്ട്, എക്സ്ട്രാ ഒരു ഡയോഡും ഉണ്ട്, അതേപോലെ ഒരു ചോപ്പറും ഇവിടെ കണക്ട് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു ചോപ്പറും അതേപോലെ ഡയോഡും നമ്മൾ എന്തുണ്ട് പൈ നെറ്റ്വർക്കിൻ്റെ, അതായത് ഫിൽട്ടർ നെറ്റ്വർക്കിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും തമ്മിലൊരു വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ വർക്കിംഗ് അറിയിക്കുകയാണ്. നമ്മൾ ഇൻപുട്ടിൽ എല്ലാത്തിലും അതേപോലെ 3 ഫേസ് AC ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും, റെക്ടിഫയർ വെച്ചിട്ട് AC നമ്മൾ DC ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇൻപുട്ട് കൊടുക്കുന്ന AC അത് റെക്ടിഫിക്കേഷൻ വഴി DC ആക്കി മാറ്റും. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് DC വോൾട്ടേജ് കിട്ടും. ആ DC എന്ത് ചെയ്യും, ചോപ്പർ വഴി നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള DC നമ്മൾ എന്ത് ചെയ്യും, ചോപ്പർ വഴി അത് വേരിയബിൾ DC ആക്കി മാറ്റും. അപ്പോൾ എന്താ വേരിയബിൾ DC വോൾട്ടേജ് നമ്മുടെ ഔട്ട്പുട്ടിൽ, DCൻ്റെ ചോപ്പറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു വേരിയബിൾ DC വോൾട്ടേജ് കിട്ടും. അതേപോലെ അതിനേരം എന്ത് ചെയ്യും, പിന്നെ വരുന്നത് പൈ ഫിൽറ്ററിലേക്കാണ് വരുന്നത്. അതായത് എന്ത് ചെയ്യും, റിപ്പിൾസിനൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, ഒരു സ്മൂത്ത് വേരിയബിൾ DC ഔട്ട്പുട്ടാക്കി തരും. അത് നേരെ നമ്മൾ എന്ത് ചെയ്യും, ഇൻവേർട്ടറിലേക്ക് കൊടുക്കും. അത് നേരെ എന്ത് ചെയ്യും, ഈ DCനെ അത് AC ആക്കി മാറ്റും. ഇൻവേർട്ടർ എന്ത് ചെയ്യും, അവിടെ ഫ്രീക്വൻസിനെ വേരി ചെയ്യും. ഇതാണ് ഇവിടെ സെക്കൻഡ് ഫിഗറിൽ വർക്കിംഗ് നടക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇൻപുട്ട് നേരെ എന്ത് ചെയ്യും, റെക്ടിഫയറിലേക്ക് കൊടുക്കും. അതതിനെ ACനെ DC ആക്കി മാറ്റും. അവിടെ നമുക്ക് കിട്ടുന്നത് എന്താ, ഫിക്സഡ് DC ആണ്. ആ ഫിക്സഡ് DC എന്ത് ചെയ്യും, നമ്മൾ ചോപ്പർ വഴി അതൊരു വേരിയബിൾ DC ആക്കി മാറ്റും. ആ വേരിയബിൾ DC എന്ത് ചെയ്യും, നമ്മൾ ഫിൽട്ടർ നെറ്റ്വർക്ക് വഴി എന്ത് ചെയ്യും, ഒരു സ്മൂത്ത് വേരിയബിൾ DC ആക്കി മാറ്റി നേരെ എന്ത് ചെയ്യും, അത് നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ട് കൊടുക്കും. ഇൻവേർട്ടർ അതിനെന്ത് മാറ്റും, ഒരു വേരിയബിൾ DC എന്ത് അത് വേരിയബിൾ AC ആക്കി മാറ്റും. അതേപോലെ എന്ത് ചെയ്യും, ഫ്രീക്വൻസിന് അതേപോലെ അത് വേരി ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യും. ഇവിടെ നമ്മൾ ചോപ്പർ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യും, നമുക്കിവിടെ ഹാർമോണിക്സിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും. ACയിലേക്കുള്ള ഹാർമോണിക്സിൻ്റെ ഇൻവേർട്ടറിൻ്റെ ഇവിടുന്ന് ACയിൽ എന്ത് മറ്റേ അവിടെ ഹാർമോണിക്സ് യൂസ് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ റെഡ്യൂസ് എന്താണ് ചോപ്പർ യൂസ് ചെയ്യുന്ന കാരണം ഇവിടെ ഹാർമോണിക്സിൻ്റെ ഇഞ്ചക്ഷൻ, അതായത് AC സപ്ലൈയിലേക്ക് ഹാർമോണിക്സ് കൊടുക്കുന്നത് എന്ത് ചെയ്യും, ചോപ്പർ യൂസ് ചെയ്യുന്നതിനെക്കാണ്ടും അത് റെഡ്യൂസ് ചെയ്യും. അതായത് ചോപ്പർ ഒന്ന് യൂസ് ചെയ്യുന്നത് നമ്മളെ ഫിക്സഡ് DCനെ വേരിയബിൾ DC ആക്കണം. അതേപോലെ നമ്മളെ DCയിലെ ഹാർമോണിക്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ചോപ്പർ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളെ സെക്കൻഡ് മെത്തേഡിൽ നടക്കുന്ന വർക്കിംഗ്. നമ്മൾ തേർഡ് ഫിഗർ ചെയ്യുന്നത് നേരത്തെ തന്നെ നമ്മൾ വ്യത്യാസം വരുന്നത്, തേർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺട്രോൾഡ് റെക്ടിഫയറാണ്. 3 ഫേസ് കൺട്രോൾഡ് റെക്ടിഫയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സാധാ ഡയോഡ് മാത്രമാണ് എന്ത് ഫിഗർ എയിലും അതേപോലെ ഫിഗർ ബിയിലും നമ്മൾ യൂസ് ചെയ്ത് സാധാ ഡയോഡാണ് യൂസ് ചെയ്തത്. തേർഡിൽ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ 3 ഫേസ് കൺട്രോൾഡ് റെക്ടിഫയറാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ എന്തുണ്ട്, DC ലിങ്ക് ഉണ്ട്, ഫിൽട്ടർ നെറ്റ്വർക്ക് ഉണ്ട്, ഇൻവേർട്ടർ ഉണ്ട്, പിന്നെ എന്തുണ്ട്, നമ്മളെ ലോഡായ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ മുന്നത്തെ ഇതിൽ പോലെ തന്നെയാണ് വർക്കിംഗ് നടക്കുന്നത്. ഇൻപുട്ടിൽ നമ്മൾ AC കൊടുക്കും. അത് കൺട്രോൾ റെക്ടിഫയർ എന്ത് ചെയ്യും, ACനെ DC ആക്കി മാറ്റും. അതിനെന്ത് ചെയ്യും, സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ നെറ്റ്വർക്ക് L ഉം C ആണ്. അത് ഫിൽറ്റർ ആക്കും. അത് ഫിൽറ്റർ ചെയ്ത് നേരെ എന്ത് ചെയ്യും, നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ട് കൊടുക്കും. ഇൻവേർട്ടർ എന്ത് ചെയ്യും, അതിനൊരു വേരിയബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു വോൾട്ടേജ് ആക്കിയത് നമുക്ക് ഔട്ട്പുട്ട് തരും. അങ്ങനെ നമ്മളതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യും. ഈ ഒരു മെത്തേഡ് മുന്നത്തെ 2 മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, 3 ഫേസ് കൺട്രോൾ റെക്ടിഫയർ ആണ്. ഈ 3 ഫേസ് കൺട്രോൾ റെക്ടിഫയർ യൂസ് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് റീജനറേഷൻ പോസിബിൾ ആണ്. മറ്റേ വെച്ച് നോക്കും, മറ്റേ രണ്ടും റീജനറേഷൻ പോസിബിൾ അല്ല. ഈ ഒരു മെത്തേഡിൽ എന്താണ്, റീജനറേഷൻ പോസിബിൾ ആണ്.
അതുപോലെ ഇവിടെ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മളെ കൺട്രോൾ റെക്ടിഫയർ ആണ്. അതുപോലെ ഫ്രീക്വൻസീനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മളെ ഇൻവേർട്ടറാണ്. ആ ഒരു വ്യത്യാസം ഇതിലുണ്ട്. നമുക്ക് ലാസ്റ്റ് ഫിഗറിൽ നോക്കാം. ലാസ്റ്റ് ഫിഗറിൽ എന്താ വരുന്നത്, നേരെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അവിടെ യൂസ് ചെയ്യുന്നത് ഡുവൽ കൺവേർട്ടറാണ്. പിന്നെ വരുന്നത് സാധാരണ നമ്മളെ ഫിൽട്ടർ നെറ്റ്വർക്ക് ഇൻവേർട്ടറാണ് വരുന്നത്. ഏറ്റവും വ്യത്യാസം ഇവിടെ വരുന്നത് നമ്മൾ റെക്ടിഫയറും ഡയോഡും അതേപോലെ 3 ഫേസ് കൺട്രോൾ റെക്ടിഫയറിനൊക്കെ പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡുവൽ കൺവേർട്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ഫിഗറിൽ. ഇപ്പോൾ മുന്നേ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിലും വർക്കിംഗ്. ഒരു വ്യത്യാസം നമ്മളെന്താണ്, ഡുവൽ കൺവേർട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ചും കൂടി ഒരു കൺട്രോളിലേക്ക് അവിടുത്തെ ഇൻപുട്ട്, അതായത് നമ്മൾ റെക്ടിഫയറിന് ഇൻവേർട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, അതായത് DC വോൾട്ടേജ് എന്തായിരിക്കും, ലെവൽ ഓഫ് DC ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, കുറച്ചും കൂടി റെഗുലേറ്റഡ് ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡുവൽ കൺവേർട്ടറാണ്. ഡുവൽ കൺവേർട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലെവൽ ഓഫ് DC ഇൻപുട്ട് വോൾട്ടേജ് ടു ദ ഇൻവേർട്ടർ ഈസ് റെഗുലേറ്റഡ് ആണ്. റെഗുലേറ്റഡ് DC വോൾട്ടേജ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. കാരണം ഇവിടെ യൂസ് ചെയ്യുന്നത് ഡുവൽ കൺവേർട്ടറാണ്. ബാക്കിയൊക്കെ വർക്കിംഗ് സെയിം ആണ്. AC-നെ അത് ഇൻപുട്ടുള്ള AC-നെ DC ആക്കി മാറ്റും. അതിൻ്റെ റിപ്പിൾസും ഹാർമോണിക്സും ഒക്കെ ഒഴിവാക്കി എന്ത് ചെയ്യും, പൈ നെറ്റ്വർക്ക്, അതായത് ഫിൽട്ടർ നെറ്റ്വർക്ക് അതിനൊക്കെ ഒഴിവാക്കും. അത് നേരെ ഇൻവെർട്ടറിൽ കൊടുക്കും. ഇൻവെർട്ടർ എന്ത് ചെയ്യും, അതിൻ്റെ വേരിയബിൾ വോൾട്ടേജും ഫ്രീക്വൻസി ആക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, മോട്ടറിൽ കൊടുക്കും. മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വോൾട്ടേജും ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യുന്ന ഒരു 4 ഡിഫറെൻറ്റ് മെത്തേഡാണ് ഇവിടെ കാണിച്ചത്. 2 ഡയോഡ് വെച്ചിട്ടും, പിന്നെ 3ാമത്തത് കൺട്രോൾഡ് 3 ഫേസ് കൺട്രോൾ റെക്ടിഫയറും, 4ാമത്തെ ഡുവൽ കൺവേർട്ടറും, വിത്ത് എന്താണ് ഒരു ഇൻവേർട്ടറും, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫിൽട്ടർ നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കാണ് എന്ത്, സോളിഡ് സ്റ്റേറ്റ് കൺട്രോൾ ഓഫ് ഫാൻ റെഗുലേറ്റർ. അതാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്. സോളിഡ് സ്റ്റേറ്റ് കൺട്രോൾ ഓഫ് എന്താണ്, ഫാൻ റെഗുലേറ്റർ. ഫാൻ റെഗുലേറ്ററിൻ്റെ ഒരു കൺട്രോളാണ്. എന്താണ് മെയിനായിട്ട് ഉണ്ട്, കോമൺ ടൈപ്പ് ഉണ്ട്. അതായത് ഇലക്ട്രിക് ഫാൻ്റെ റെഗുലേറ്റർ കൺട്രോൾ ചെയ്യുന്ന മെയിനായിട്ട് ഉണ്ട് കോമൺ ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സാണ്. ഒന്ന് ട്രയാക്ക് ബേസ്ഡ് ഫാൻ റെഗുലേറ്ററും, രണ്ടാമത്തെ കപ്പാസിറ്റീവ് ടൈപ്പ് ഫാൻ റെഗുലേറ്ററും. 2 ടൈപ്പാണുള്ളത്. അതൊന്ന് ട്രയാക്ക് ബേസ്ഡ് ഫാൻ റെഗുലേറ്ററാണ്, രണ്ടാമത്തെ കപ്പാസിറ്റീവ് ടൈപ്പ് ഫാൻ റെഗുലേറ്ററാണ്. ഒന്ന് ട്രയാക്കാണ്, രണ്ടാമത്തെ കപ്പാസിറ്ററാണ്. അത് 2 ടൈപ്പുള്ളത്. ഇത് വരുന്നത് ഇലക്ട്രിക് ഫാൻ്റെ റെഗുലേറ്ററിൻ്റെ ടൈപ്പാണ്. ഇത് ഫസ്റ്റ് നമുക്ക് ട്രയാക്ക് ബേസ്ഡ് ഫാൻ റെഗുലേറ്റർ നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ട്രയാക്ക് ബേസ്ഡ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രിമ്മർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റെപ്ലെസ് ടൈപ്പ് റെഗുലേറ്റർ എന്ന് പറയാം. അതായത് 2 ടൈപ്പിൽ അറിയപ്പെടും. ഒന്നെങ്കിൽ ഡിമ്മർ അല്ലെങ്കിൽ സ്റ്റെപ്ലെസ് ടൈപ്പ് റെഗുലേറ്റർ എന്ന് ഇതിനറിയപ്പെടും. ഇപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സർക്യൂട്ട് നോക്കാം. സർക്യൂട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ട്, സിംഗിൾ ഫേസ് AC മോട്ടർ ഉണ്ട്. ഇവിടെ AC സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് R1 R2 ഉണ്ട്, കപ്പാസിറ്റർ, ഡയാക്ക്, ട്രയാക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ സർക്യൂട്ടിലുള്ള സാധനങ്ങൾ. അതായത് സിംഗിൾ ഫേസ് AC മോട്ടർ ഉണ്ട്, ട്രയാക്ക് ഉണ്ട്, ഡയാക്ക് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റൻസ് R1 R2 ഉണ്ട്. ഇതാണ് നമ്മളെ സർക്യൂട്ടിലുള്ള എക്യുപ്മെൻറ്റ്സ് വരുന്നത്. ഈ ഫിഗറിൽ നമ്മളെ R2 പറയുന്നത് പൊട്ടൻഷ്യോമീറ്ററാണ്, അല്ലെങ്കിൽ എന്താണ് വേരിയബിൾ റെസിസ്റ്ററാണ്. നമ്മളെ 2 ടൈപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്, R1 R2. R2 പറയുന്നത് വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററാണ്. ഈ R2ൽ എന്ത് ചെയ്യുക, നമ്മളൊരു നോബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് R2 നമ്മൾ പറയുന്നത് വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു നോബുമായിട്ട് കണക്ട് ചെയ്യും. ആ നോബാണ് എന്ത് ചെയ്യുക, നമ്മളെ ട്രയാക്കിലേക്കുള്ള ഗേറ്റ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുക. ആ നോബിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാക്കിലേക്കുള്ള ഗേറ്റ് കറണ്ട് കൺട്രോൾ ചെയ്യുക. ആ കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ടിൻ്റെ കൂടെ എന്തുണ്ടാകും, ഒരു ഡയാക്കും ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. ഒന്നുമില്ല, ജസ്റ്റ് R2 എന്ന് പറയുന്ന വേരിയബിൾ റെസിസ്റ്ററാണ്, ഒരു പൊട്ടൻഷ്യോമീറ്റർ. അതിൽ നമ്മൾ എന്ത് ചെയ്യും, നോബ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ നോബേക്ക് എന്ത് ചെയ്യുക, ട്രയാക്കിലേക്കുള്ള ഗേറ്റ് കറണ്ട് കൺട്രോൾ ചെയ്യുക. ആ ഗേറ്റ് കറണ്ട് കൺട്രോൾ ചെയ്യുന്ന നോബിൻ്റെ കൂടെ എന്ത് ചെയ്യുക, വേറെ സർക്യൂട്ട് പറഞ്ഞിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, ഒരു ഡയാക്കും കൂടെ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിലേക്ക് സർക്യൂട്ടിലെ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന തുടങ്ങും. അതായത് സർക്യൂട്ടിൽ നമ്മൾ AC വോൾട്ടേജ് കൊടുക്കുന്നത്, അതായത് സിംഗിൾ ഫേസ് AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കപ്പാസിറ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്യും, എന്ത് ചെയ്യും, ചാർജ് ചെയ്തുകൊണ്ട് വെക്കും. അതേപോലെ എന്ത് ചെയ്യും, വെൻ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ റീച്ചസ് എബോവ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ഡയാക്കിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എത്തിയാൽ എന്ത് ചെയ്യും, ദെൻ ഡിസ്ചാർജ് ദ ത്രൂ ട്രാക്കിൻ്റെ ഗേറ്റ് കൂടെ എന്ത് ചെയ്യും, അത് ഡിസ്ചാർജ് നടക്കുക. അത് നമ്മളിപ്പം പറഞ്ഞ് സപ്ലൈ കൊടുത്താൽ സിംഗിൾ ഫേസ് AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അങ്ങനെ ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എന്താ വോൾട്ടേജ്
അക്രോസ് ദ കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും റീച്ചസ് എബവ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് വോൾട്ടേജ് ഡയാക്കിൻ്റെ ബ്രേക്ക് ഡൗണിൻ്റെ വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ എത്തിയാൽ എന്ത് ചെയ്യും അത് അതിൻ്റെ ഡിസ്ചാർജ് നടക്കും അവിടെ അതെന്ത് ചെയ്യും ത്രൂ ട്രയാക്കിൻ്റെ ഗേറ്റിൽ കൂടിയൊക്കെ എന്ത് ചെയ്യുക അവിടെ ഡിസ്ചാർജ് നടക്കുക. ഒന്നുമില്ല, കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ചാർജ് ചെയ്തിട്ട് അതതിൻ്റെ ഡയാക്കിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ എത്തിയാൽ എന്ത് ചെയ്യും അതവിടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ട്രയാക്കിൻ്റെ ഗേറ്റ് ടെർമിനൽ കൂടി എന്ത് ചെയ്യുക അത് ഡിസ്ചാർജ് നടക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇവിടെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ എന്തുണ്ട് ഈ കറണ്ട് ട്രയാക്ക് കൂടിയാണ് ഫ്ലോ ചെയ്യുക. അത് എന്ത് ചെയ്യും ദിസ് ഗേറ്റ് കറണ്ട് കൺട്രോൾ ദ കറണ്ട്. അതായത് ഈ ഗേറ്റ് കറണ്ട് എന്ത് ചെയ്യും കറണ്ട് ഫ്ലോ ചെയ്യുന്ന ട്രാക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് എന്ത് ചെയ്യും അതായത് ട്രാക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് എന്ത് ചെയ്യും ഈ ഗേറ്റ് കറണ്ട് കൺട്രോൾ ചെയ്യും. അങ്ങനെ ഈ കൺട്രോൾ നടക്കുമ്പോൾ എന്ത് ചെയ്യും ഇതെന്ത് ചെയ്യും നമ്മളെ മോട്ടറിലേക്കുള്ള പവർ അവിടെ കൺട്രോൾ നടക്കും. അപ്പോൾ എന്ത് ചെയ്യും നമ്മളെ സ്പീഡ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ. അതൊന്നും പറയില്ല, നമ്മൾ പറഞ്ഞു വോൾട്ടേജ് എന്ത് ചെയ്യും കൊടുത്താൽ എന്ത് ചെയ്യും അവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്ന ടൈം പറഞ്ഞാൽ തന്നെ നമ്മളെ ഡയാക്കിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ കപ്പാസിറ്റർ അവിടെ ചാർജ് ചെയ്താൽ എന്താകും അതവിടെ ഡിസ്ചാർജ് നടക്കും. അങ്ങനെ ഡിസ്ചാർജ് നടക്കുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഡിസ്ചാർജ് ചെയ്യണമെന്ന കറണ്ട് എന്ത് ചെയ്യും ഡയാക്ക് കൂടെ അതെ ട്രാക്കിൻ്റെ ഗേറ്റിൽ കൂടെ അത് ഡിസ്ചാർജ് നടക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും നമ്മൾ ഈ ഗേറ്റ് കറണ്ട് എന്ത് ചെയ്യും ഈ ഡിസ്ചാർജ് ചെയ്ത കറണ്ടിനെ അതായത് ട്രാക്ക് കൂടെ പോകുന്ന കറണ്ടിനെ എന്ത് ചെയ്യും നമ്മളെ ഗേറ്റ് കറണ്ട് കൺട്രോൾ ചെയ്യും. നമ്മളെ ഗേറ്റ് കറണ്ട് ഈ കറണ്ടിനെ ട്രാക്ക് കൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇത് മോട്ടറിലേക്ക് പോകുന്ന പവറിന് എന്ത് ചെയ്യും ഇത് കൺട്രോൾ ചെയ്യും. അങ്ങനെ മോട്ടറിലേക്ക് പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മോട്ടറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ട്രാക്ക് ബേസ്ഡ് ഫാൻ റെഗുലേറ്ററിൽ സംഭവിക്കുന്നത് വർക്കിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഇത്രയൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. ഒന്നുമില്ല, നമുക്ക് സർക്യൂട്ടിൽ എന്തുണ്ട് 2 റെസിസ്റ്റർ R1 R2 ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഡയാക്ക് ഉണ്ട്, ട്രയാക്ക് ഉണ്ട്, മോട്ടറുണ്ട് നമ്മൾ സർക്യൂട്ടിൽ വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും R2 എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ ആണ്. അതുവഴി നമ്മൾ എന്ത് ചെയ്യും ഒരു നോബിലേക്ക് കണക്ട് ചെയ്യും. ആ നോബാണ് എന്ത് ചെയ്യുക നമ്മളെ ട്രയാക്കിൻ്റെ ഗേറ്റിലേക്ക് പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുക. അതെന്ത് ചെയ്യും കൺസിസ്റ്റ് എന്ത് ചെയ്യും സർക്യൂട്ടിൻ്റെ അവിടെ എന്ത് ചെയ്യും ആ സർക്യൂട്ടിൽ ഒരു കൺട്രോളിങ് സർക്യൂട്ട് കൂടുതൽ എന്താവും ഒരു ഡയാക്കും ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സപ്ലൈ ആ സർക്യൂട്ടിൽ നമ്മൾ AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും സർക്യൂട്ടിൽ AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മളെ കപ്പാസിറ്റർ സാധാരണ സർക്യൂട്ടിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും ചാർജ് ചെയ്യും. അത് തന്നെ ഇവിടെയും കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ ഡയാക്കിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ വോൾട്ടേജ് കപ്പാസിറ്റർ വന്നാൽ എന്ത് ചെയ്യും കപ്പാസിറ്റർ ഡിസ്ചാർജ് നടക്കും. ഡിസ്ചാർജ് നടന്ന ഇത് പറഞ്ഞാൽ ത്രൂ എന്തിലേക്കും കൂടിയേക്കും ട്രാക്കിൻ്റെ ഗേറ്റിൽ കൂടിയേക്കും എന്ത് ചെയ്യുക കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും ഈ ഗേറ്റ് കറണ്ട് കൺട്രോൾ കറണ്ട് അതായത് ട്രാക്ക് കൂടെ പോകുന്ന കറണ്ടിന് എന്ത് ചെയ്യും ഈ ഗേറ്റ് കറണ്ട് കൺട്രോൾ ചെയ്യും. അതായത് ട്രാക്ക് കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോനെ എന്ത് ചെയ്യും ഈ ഗേറ്റ് കറണ്ട് കൺട്രോൾ ചെയ്യും. അങ്ങനെ ഈ ഗേറ്റ് കറണ്ട് കൺട്രോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതിൽ കൂടെ പോകുന്ന പവർ എന്ത് ചെയ്യും മോട്ടറിലേക്ക് പോകുന്ന പവർ എന്ത് ചെയ്യും അതവിടെ കൺട്രോൾ ആവും. അതായത് ട്രാക്കിൻ്റെ കറണ്ടിനെയാണ് നമ്മൾ ഗേറ്റ് കറണ്ട് വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും അത് മോട്ടറിലേക്ക് ഫെഡ് ചെയ്ത പവറിനെ എന്ത് ചെയ്യും അത് കൺട്രോൾ ചെയ്യും. അങ്ങനെ അത് കൺട്രോൾ ആകുമ്പോൾ എന്ത് ചെയ്യും സ്പീഡ് ഓഫ് ദ മോട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഫാനിൻ്റെ റെഗുലേറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇതിൽ വർക്കിംഗ് നടക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താ ചാർജിങ് റേറ്റ് ഓഫ് കപ്പാസിറ്റർ ക്യാൻ ബി വേരിഡ് ബൈ വേരിങ് റെസിസ്റ്റർ. അതായത് റെസിസ്റ്റർ വേരി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കപ്പാസിറ്ററിൻ്റെ ചാർജിങ് റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ ഈ മെത്തേഡ് എന്താ എക്സ്പെൻസീവ് ആണ്, പിന്നെ എന്താണ് ഹാർമോണിക് ആണ്, പിന്നെ അങ്ങനെ ഡിസ്ട്രക്ഷനൊക്കെ ഉണ്ട് കുറച്ച് അധികമാണ്. ഈ മെത്തേഡ് വെച്ച് സാധാരണ വേറെ മെത്തേഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ അതിൽ എക്സ്പെൻസീവ് ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ എന്താ ഹാർമോണിക്സ് കൂടുതലാണ്, ഡിസ്ട്രോഷൻ കൂടുതലാണ് ഈ മെത്തേഡിൽ. അതൊക്കെയാണ് നമ്മൾ ട്രാക്ക് ബേസ്ഡ് ഫാൻ കൺട്രോൾ പറയുന്നത്. നമുക്ക് അടുത്ത് നോക്കാം കപ്പാസിറ്റി ടൈപ്പ് റെഗുലേറ്റർ. അതിന് വേറെ പറയുന്ന പേരാണ് എന്ത് സ്റ്റെപ്ഡ് റെഗുലേറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റി ടൈപ്പ് റെഗുലേറ്റർ എന്ന്. ഇപ്പോൾ കപ്പാസിറ്റി ടൈപ്പ് ആണ് അല്ലെങ്കിൽ സ്റ്റെപ്ഡ് ടൈപ്പ് റെഗുലേറ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് കുറച്ചും കൂടി എന്താണ് സിമ്പിളാണ്, എക്സ്പെൻസീവ് കുറഞ്ഞൊരു മെത്തേഡാണ്. ഇതിൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നൊരു രജിസ്റ്റർ, കപ്പാസിറ്റർ, പിന്നെന്താ മോട്ടറിൻ്റെ ഇതും അതായത് സിംഗിൾ ഫേസ് മോട്ടറിൻ്റെ ഇതിലെ കണക്ഷനാണ് ഫിഗറിൽ കാണാം. ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു രജിസ്റ്റർ, ഒരു കപ്പാസിറ്റർ, പിന്നെന്താ സിംഗിൾ ഫേസ് AC മോട്ടർ സപ്ലൈ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഫിഗറിലുള്ള കാര്യങ്ങൾ. ഇപ്പം ഇവിടെ എന്താണ് വേരിയസ് കോമ്പിനേഷൻ കപ്പാസിറ്റർ യൂസ് ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് ഫാൻ. അതായത് പല ടൈപ്പ് കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
പല ടൈപ്പ് കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വേരിയസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ, അതായത് വേരിയസ് പല ടൈപ്പ് കപ്പാസിറ്റർ എന്താണ് യൂസ് ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് Q = C × VC ആണ്. അതായത് Q = C × VC, അതായത് ചാർജ്, അതായത് കപ്പാസിറ്റി ചാർജ് ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താ C × VC എന്നാണ്. C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ്, VC എന്ന് പറഞ്ഞാൽ അവിടെ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആണ് VC. അപ്പോൾ നമുക്കറിയാം Q = CV ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, VCനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടാവും. VC = Q/C എന്നാവും. അതായത് VCനെ പുറത്തേക്ക് എടുക്കുമ്പോൾ Q/C എന്നായി മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഇക്വേഷൻ നമുക്ക് VC ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/C എന്നാക്കാം. ജസ്റ്റ് ഒന്നുമില്ല, നമുക്ക് എന്തായാലും Q = C × VC ആണെന്ന് അറിയാം. അതിൽ VCനെ കൊടുക്കുമ്പോൾ VC = Q/C എന്നാവും. അതിൽ VC ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/C എന്നാവും. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ എന്താണ്, VC ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/C എന്നായി. അപ്പോൾ നമ്മളിപ്പം കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഇവിടെ ഇൻക്രീസ് ചെയ്തത്. അപ്പം പല വേരിയസ് ടൈപ്പ് കപ്പാസിറ്റർ നമുക്ക് അവൈലബിൾ ആണ്. അതിലിപ്പോൾ നമ്മൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്താകും അവിടെ ഡിക്രീസ് ആകും. VC എന്താകും അവിടെ ഡിക്രീസ് ആകും. അതെന്ത് ചെയ്യും, ഫാനിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആകും. അതായത് ഇവിടെ പറയുന്നത് ഇഫ് കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ VC എന്ത് ചെയ്യും, ഡിക്രീസ് ആകും. അതെന്ത് ചെയ്യും, അത് കാരണം സ്പീഡ് ഓഫ് ദ ഫാൻ അല്ലെ മോട്ടർ എന്ത് ചെയ്യും, സ്പീഡ് ഓഫ് ഫാനിൻ്റെ മോട്ടർ എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ആകും. അതാണ് ഇവിടെ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക, കൺസിഡർ എന്ത് ചെയ്യുക, റെഗുലേറ്റർ 3 കപ്പാസിറ്ററുള്ള റെഗുലേറ്റർ എടുക്കുക. അതായത് 1 മൈക്രോഫാരഡ്, 2 മൈക്രോഫാരഡ്, 3 മൈക്രോഫാരഡുള്ള 3 ടൈപ്പ് കപ്പാസിറ്റർ എടുക്കുക. അതായത് റെഗുലേറ്റർ എന്താണ്, ഒരു റെഗുലേറ്ററിൽ 3 ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. അതായത് 1 മൈക്രോഫാരഡിൻ്റെ, 2 മൈക്രോഫാരഡിൻ്റെ, 3 മൈക്രോഫാരഡിൻ്റെ 3 ടൈപ്പ് ഉണ്ട്. അതിലെന്ത് നോബ് നമുക്കറിയാം, ഫാനിൻ്റെ റെഗുലേറ്റർ നോബ് പറഞ്ഞാൽ മൊത്തം നമ്മൾ റൊട്ടേറ്റ് ചെയ്യാനുണ്ടാവുക. ഓഫും അടക്കം ഒരു 5 പുഷ് ഉണ്ടാവും. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ റോട്ടറി സ്വിച്ച് ആയിരിക്കും. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഓരോ പൊസിഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഓഫ് അടക്കം മൊത്തം 5 പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്താ വെൻ നോബി സെറ്റ് പൊസിഷൻ, അതായത് പൊസിഷൻ 1 നോബ് പൊസിഷൻ 1 എന്ത് ചെയ്യും, ഓൺലി 1 മൈക്രോഫാരഡ് കെട്ടി കണക്ട് അടിച്ചു. അത് സർക്യൂട്ടായിട്ട് നമ്മളെ 1 മൈക്രോഫാരഡ് മാത്രമേ എന്ത് ചെയ്യുക, കണക്റ്റ് ആവുള്ളൂ. ആ ടൈം പിന്നെ അതേപോലെ നമ്മൾ പൊസിഷൻ 2 ആക്കി മാറ്റി. ആ ടൈമിൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ 2 മൈക്രോഫാരഡ് മാത്രമേ എന്ത് ചെയ്യും, സർക്യൂട്ടിൽ കണക്റ്റ് ആവുള്ളൂ. 1 ഡിസ്കണക്ട് ചെയ്ത് 2 മാറി. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നോബ് 3 മാറ്റി. 3 മാറ്റുമ്പോൾ എന്താകും, 2 ഡിസ്കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും, 3 മൈക്രോഫാരഡിലേക്ക് മാറി. അപ്പോൾ നമുക്കിവിടെ അറിയാം 3 ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നോബ് 1 1 മൈക്രോഫാരഡ്, 2 ആക്കുമ്പോൾ 2 മൈക്രോഫാരഡ്, 3 ആകുമ്പോൾ 3 മൈക്രോഫാരഡായി. അപ്പോൾ 3 3 മൈക്രോഫാരഡിലെത്തി. അപ്പോൾ നമ്മൾ നോബിനെ എന്ത് ചെയ്ത് 4ാമത്തെ പൊസിഷനിലേക്ക് മാറ്റി. 4ാമത്തെ പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, 3 നമ്മളെ 1 എന്ത് ചെയ്യും, സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക. അതായത് 3 നമ്മളല്ല മുന്നത്തെ 1 എന്ത് ചെയ്യും, ഇത് സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് 4ാമത്തെ നോബിൽ 3 1 എന്ത് ചെയ്യും, സർക്യൂട്ടിൽ കണക്റ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഫാനിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് മുന്നത്തെ തേർഡ് പൊസിഷൻ 3 എന്ത് ചെയ്യും, ഫാനിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം 3 + 1 ആണ്, 3ഉം 1ഉം ആണ് ആഡ് ആയത്. അപ്പോൾ എന്ത് ചെയ്യും, നോബ് 3 കിടക്കുന്നതിനെക്കാട്ടും സ്പീഡ് എന്തുണ്ടാവും, നോബ് 4 ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ നോബ് 5 ഇടുമ്പോൾ എന്ത് ചെയ്യും, 3ഉം 2ഉം ആണ് അവിടെ ആഡ് ആവുന്നത്. 3ഉം 2 ആഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഫാൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ടു അതിൻ്റെ മാക്സിമം സ്പീഡിൽ റൺ ചെയ്യും. അതായത് നോബ് 5 എന്ത് ചെയ്യും, അതിലവിടെ ആഡ് ആവുന്നത് 3 മൈക്രോഫാരഡും 2 മൈക്രോഫാരഡും ആണ്. അപ്പോൾ എന്ത് ചെയ്യും, സർക്യൂട്ടിൽ ആഡായി. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഫാൻ അതിൻ്റെ മാക്സിമം സ്പീഡിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ഈ ഒരു കപ്പാസിറ്റർ ടൈപ്പ് ഫാൻ റെഗുലേറ്ററിൽ സംഭവിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വർക്ക് ഒന്ന് സിമ്പിളായിട്ട് ഒന്നുകൂടി നോക്കാം. നമ്മൾ ഫിഗറിൽ റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണ്, കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും, അവിടെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഡിക്രീസ് ആകും. അതെന്ത് ചെയ്യും, ഫാനിൻ്റെ സ്പീഡ് കൂട്ടും. അതായത് കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്യുമ്പം കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് ഡിക്രീസ് ആകും. അതിൻ്റെ ഫാനിനെ ഇൻക്രീസ് ചെയ്യാൻ കാരണം നമ്മളിവിടെ സ്പീഡ് ഇൻക്രീസ് ആകും. 3 ടൈപ്പ് എക്സാമ്പിൾ എടുക്കുന്നത് 1, 2, 3 ടൈപ്പുള്ള 3 മൈക്രോഫാരഡുള്ള കപ്പാസിറ്റർ എടുത്ത് നമുക്ക് ഫാൻ അറിയാം റോട്ടറി സ്വിച്ചാണ്. പൊസിഷൻ 1, 2, 3, 4, 5 അങ്ങനെ ഇടാൻ പറ്റും. പൊസിഷൻ 1 ഇടുമ്പോൾ എന്താവും, അത് 1 മൈക്രോഫാരഡായിട്ട് കണക്റ്റ് ആവും. 2 ഇടുമ്പം 1 നേരെ 2 മാറും, 2 ആയിട്ട് കണക്റ്റ് ആവും. 3 പൊസിഷനിലിടുമ്പോൾ എന്ത് ചെയ്യും, നേരെ 3 മാറും. അത് പിന്നെ 4 ഇടുമ്പോൾ എന്ത് ചെയ്യും, നേരെ അത് മാറി ബോത്ത് 3ഉം 1ഉം അതിൽ കണക്റ്റ് ആവും. അതായത് നമ്മൾ റോട്ടർ സ്വിച്ച് നേരെ 4 ഇടുമ്പോൾ പൊസിഷൻ 4 ഇടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ 3 മൈക്രോഫാരഡ് കപ്പാസിറ്ററും 1 മൈക്രോഫാരഡ് കപ്പാസിറ്ററും
കണക്റ്റ് ആവും. അങ്ങനെ കണക്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പൊസിഷൻ 3 കിട്ടിയതിനേക്കാളും കൂടുതൽ സ്പീഡ് എന്ത് കിട്ടും, പൊസിഷൻ 4 കിട്ടും. അങ്ങനെ പൊസിഷൻ 4 കഴിഞ്ഞ് 5 ഇടുമ്പോൾ അത് 3ഉം 2 ആയിട്ട് കണക്ട് ചെയ്യും. 3 മൈക്രോ ഫാരഡും 2 മൈക്രോ ഫാരഡുമായി കണക്ട് ചെയ്യും. അപ്പോൾ നമ്മളെ മോട്ടർ ഫാൻ എന്ത് ചെയ്യും, അതിൻ്റെ മാക്സിമം സ്പീഡിൽ റൺ ചെയ്യും. ഇതാണ് നമ്മളെ കപ്പാസിറ്റർ ടൈപ്പ് റെഗുലേറ്ററിൽ സംഭവിക്കുന്നത്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ കുക്കിംഗ് സിസ്റ്റം കൺട്രോൾ ആയത്. ഇൻഡക്ഷൻ കുക്കിംഗ് സിസ്റ്റം കൺട്രോളിനെ പറ്റിയിട്ടാണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ജസ്റ്റ് അതിനൊരു ബ്ലോക്ക് ഡയഗ്രാം എടുത്തുന്നുണ്ട്. ഇൻപുട്ടിൽ നമ്മൾ 50 ഹെർട്സ് AC കൊടുക്കുന്നുണ്ട്, ഇൻപുട്ടായി കൊടുക്കുന്നുണ്ട്. പിന്നെ റെക്ടിഫയർ ഉണ്ട്. പിന്നെ വരുന്നത് ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ്. 25 മുതൽ 40 കിലോ ഹെർട്സ് വരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ്. പിന്നെ വരുന്നത് ഇൻഡക്ഷൻ കോയിൽ വരുന്നുണ്ട്. അതിന് മുകളിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു മെറ്റൽ പാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഇൻഡക്ഷൻ കുക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു കൺട്രോൾ എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കുക. എന്ത് ചെയ്യുക, ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇൻപുട്ടിലേക്ക് കൊടുക്കേണ്ടത് AC 50 ഹെർട്സ് ആണ് കൊടുക്കുന്നത്. ഒരു റെക്ടിഫയർ ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടർ ഉണ്ട്. 25 മുതൽ 40 കിലോ ഹെർട്സ് വരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ്. അതിന് ഇൻഡക്ഷൻ കോയിലുണ്ട്, ഒരു മെറ്റൽ പാൻ ഉണ്ട്. ഇതാണ് നമ്മളെ ബ്ലോക്ക് ഡയഗ്രാമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളവിടെ നോക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ടിലേക്കൊരു 50 ഹെർട്സ് AC ഇൻപുട്ട് കൊടുത്തു. അതായത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് 50 ഹെർട്സ് AC ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, റെക്ടിഫയർ വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതിൽ AC നമ്മൾ എന്ത് ചെയ്യും, ഒരു 50 ഹെർട്സ് AC നമ്മൾ കൺവേർട്ട് ചെയ്ത് DC ആക്കി മാറ്റും. ആ DC കൺവേർട്ട് ചെയ്ത് കിട്ടിയ DC നമ്മൾ നേരെ എന്ത് ചെയ്യും, ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറിലേക്ക് കൊടുക്കുക. അത് നമുക്കറിയാം, ഇൻപുട്ടിൽ നമ്മൾ AC ആണ് കിട്ടിയത്, 50 ഹെർട്സ് AC ആണ്. ആ AC നമ്മൾ എന്ത് ചെയ്യും, റെക്ടിഫയർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് DC ആക്കി. ആ DC നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റേജായ ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറിലേക്ക് കൊടുക്കും. ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടായി കൊടുക്കും. ആ ഇൻവെർട്ടർ എന്ത് ചെയ്യും, അതിനെ ഒരു DC എന്ത് ചെയ്യും, അത് AC ആക്കി മാറ്റും. പക്ഷേ അടുത്ത ഫ്രീക്വൻസി എന്തായിരിക്കും, 25 മുതൽ 40 കിലോ ഹെർട്സ് വരെയുള്ളൊരു ഫ്രീക്വൻസി ആയിരിക്കും. നേരത്തെ മുന്നേ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത എത്രയായിരുന്നു, 50 ഹെർട്സ് ഫ്രീക്വൻസി. അതിന് റെക്ടിഫയർ വെച്ചിട്ട് AC DC ആക്കി. അത് ഈ ഔട്ട്പുട്ട് നേരെ എന്ത് ചെയ്ത്, ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടായി കൊടുത്തു. പക്ഷേ ഇൻവെർട്ടറിൽ എന്തായിരുന്നു, ഒരു ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ് അവിടെ യൂസ് ചെയ്തത്. 20 മുതൽ 40 കിലോ ഹെർട്സ് വരെയുള്ള ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ്. അതെന്ത് ചെയ്ത്, കിട്ടിയ DCനെ AC ആക്കി മാറ്റി. അതിൻ്റെ കൂടെ എന്ത് ചെയ്ത്, അതിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്ത്, അത് ഇൻക്രീസ് ചെയ്ത്. അപ്പം നമുക്ക് കിട്ടിയ ACൻ്റെ ഫ്രീക്വൻസി ആണ് എന്താണ്, 25 മുതൽ 40 കിലോ ഹെർട്സ് വരെയുള്ളൊരു ഫ്രീക്വൻസി ഉള്ള AC നമുക്ക് എന്ത് ചെയ്ത്, ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടായി കിട്ടിയത്. ഹൈ ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യും, കിട്ടിയ AC നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തൊട്ടടുത്തുള്ള ഇൻഡക്ഷൻ കോയിൽ കൂടെ കടത്തിവിടും. അത് നമുക്ക് ഇപ്പുറത്തുണ്ട് ഒരു ഇൻഡക്ഷൻ കോയിലുണ്ട്. അതിൽ കോയിൽ കൂടെ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ 25 മുതൽ 40 കിലോ ഹെർട്സ് വരെയുള്ള AC എന്ത് ചെയ്യും, നമ്മൾ ഈ കോയിൽ കൂടെ കടത്തിവിടും. ആ കോയിലിൻ്റെ മുകളിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു മെറ്റൽ പാൻ വെച്ചിട്ടുണ്ട്. കോയിലിൻ്റെ മുകളിൽ ഒരു മെറ്റലിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോയിൽ കൂടെ ഈ 25 മുതൽ 40 കിലോ ഹെർട്സ് വരെയുള്ള AC കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതായത് ഈ എഡി കറണ്ട് മെറ്റൽ പാനിൻ്റെ ഉള്ളൊരു എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇൻഡ്യൂസ് ചെയ്ത എഡി കറണ്ട് കാരണം എന്ത് ചെയ്യും, അതായത് അവിടെ ഈ ഇൻഡ്യൂസ് ചെയ്ത എഡി കറണ്ട് എന്ത് ചെയ്യും, അവിടെ മെറ്റൽ പാനിൽ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ സർക്കുലേറ്റ് ചെയ്യുന്ന എഡി കറണ്ട് കാരണം എന്ത് ചെയ്യും, ഈ മെറ്റൽ പാൻ ഇവിടെ ഹീറ്റാവും. അങ്ങനെ ഹീറ്റാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അവിടെ വെച്ച മെറ്റലിൻ്റെ ഉള്ളിൽ വെച്ച സാധനം എന്ത് ചെയ്യും, നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡക്ഷൻ കുക്കിംഗ് സിസ്റ്റം കൺട്രോളിൽ വർക്കിംഗ് നടക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ വർക്കിംഗ് നടക്കുന്നത്. നോക്കാം, നമ്മളെന്ത് AC സപ്ലൈ ചെയ്യുന്നത് വോൾട്ടേജ് 50 ഹെർട്സ് എന്ത് റെക്ടിഫൈഡ് ചെയ്ത് അതിനെ ACയിൽ DC ആക്കി. ആ DC എന്ത് ചെയ്ത്, നമ്മൾ ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറിലെ ഫെഡ് ചെയ്ത് ആ DC എന്ത് കൺവേർട്ടഡ് ടു AC എന്തായി, 20 മുതൽ 40 കിലോ ഹെർട്സ് വരെയുള്ള AC ആക്കി മാറ്റി. അതെന്ത് ചെയ്യും, കണക്റ്റഡ് ടു ഒരു ഇൻഡക്ഷൻ കോയിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഹൈ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോയിങ് ത്രൂ കോയിൽ എന്ത് ചെയ്യും, അവിടെ ഇൻഡ്യൂസ് എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതായത് ആ കോയിൽ കൂടെ ഹൈ ഫ്രീക്വൻസി കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും ഇൻ മെറ്റൽ പാൻ. അത് അതിൻ്റെ ഈ കോയിലിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, നമ്മളൊരു മെറ്റൽ പാൻ വെച്ചിട്ടുണ്ടാവും. ആ മെറ്റൽ പാനിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ഹൈ കോയിലിൻ്റെ മുകളിലാണ് നമ്മൾ മെറ്റൽ പാൻ വെച്ചത്. കോയിൽ കൂടെ എന്ത് ചെയ്യും, ഹൈ ഫ്രീക്വൻസി കറണ്ട് കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു എഡി കറണ്ട് മെറ്റൽ പാനിൻ്റെ ഉള്ളിൽ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മളെ കോയിലിൻ്റെ മുകളിൽ വെച്ച പാൻ എന്ത് ചെയ്യും, അത് മെറ്റലിൻ്റെ പാത്രം എന്ത് ചെയ്യും, ഹീറ്റാകും. മെറ്റലിൻ്റെ പാത്രം ഹീറ്റാകുമ്പോൾ എന്ത് ചെയ്യും, ഹീറ്റാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഡ്യൂ ടു ദ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബോഡി ഓഫ് ദ മെറ്റൽ പാൻ. ആ മെറ്റൽ പാനിൻ്റെ മുകളിൽ കൂടെ പോകുന്ന സർക്കുലേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് എഡി കറണ്ട് കാരണമാണ് ആ മെറ്റൽ പാൻ ഹീറ്റായത്. നമ്മൾ കോയിലുണ്ട്, കോയിലിൻ്റെ മുകളിലാണ് പാത്രം വെച്ചത്.
കോയിലിൽ കൂടെ ഹൈ ഫ്രീക്വൻസിയിലെ കറണ്ട് കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യും, മെറ്റൽ പാൻറ്റുകൾ നമ്മൾ എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്ത് എഡി കറണ്ട് ആയി കൂടെ മെറ്റൽ പാൻറ്റുകൾ കൂടെ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പാന് ഹീറ്റാവും. എന്ത് ചെയ്യും, ആൻഡ് പ്രൊഡ്യൂസ് ദ റിക്വയർഡ് ഹീറ്റ് ഫോർ കുക്കിംഗ്. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായ കുക്കിങ്ങിന് ആവശ്യമായ ഹീറ്റ് എന്ത് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ എന്താണ്, എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ഈസ് നൗ ഫുള്ളി യൂട്ടിലൈസ്. നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ത് ചെയ്യും, നമ്മൾ ഫുള്ള് മൊത്തമായിട്ടുള്ള ഹീറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായിരിക്കും ഇതിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും, അത്യാവശ്യം നല്ലൊരു ഹൈ എഫിഷ്യൻസി ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡിൽ ഉണ്ടാവുക. കാരണം എന്താ, എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ഈസ് ഫുള്ളി യൂട്ടിലൈസ്. അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എന്ത് ചെയ്യും, നമ്മൾ ഫുള്ളായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാരണം എന്ത് ചെയ്യും, നമ്മളത് അത്യാവശ്യം നല്ലൊരു എഫിഷ്യൻസിയുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്കിംഗ് ആണ് നമ്മളിവിടെ നോക്കിയത്. അത്യാവശ്യം നല്ലൊരു ഹൈ എഫിഷ്യൻസിയുള്ള മെത്തേഡാണ്. കാരണം ഇവിടെ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത എമൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, എ സിനെ ഡി സി ആക്കുക, ഡി സി എന്ത് ചെയ്യുക, പിന്നെ ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടർ വെച്ചിട്ട് അതിനെ എ സി ആക്കുക. അപ്പം ഫ്രീക്വൻസി കൂടുതലായിരിക്കും, അത് കോയിൽ കൂടെ കടത്തി വിടുക. കോയിലിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ഇരുമ്പിൻ്റെ മെറ്റൽ പാത്രം വെച്ചിട്ടുണ്ടാകും. ആ പാത്രത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, അത് എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും, ആ പാത്രത്തിൻ്റെ മുകളിൽ കൂടെ മൊത്തം സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പാത്രം ഹീറ്റാവും. നമുക്ക് കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഹീറ്റ് എന്ത് ചെയ്യും, പാത്രം ഹീറ്റാവും. അപ്പം എന്ത് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ ഈ ഇതിൽ നമ്മൾ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഇതിൻ്റെ ഹീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈ എഫിഷ്യൻസി ഉള്ളൊരു മെത്തേഡാണിത്. ഓക്കെ.